ഹലോ, ഇത് ഹെയ്സൂനെയും കൊണ്ട് സ്പെയിനിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്ത് അന്നെടുത്തൊരു വ്ളോഗാണ് കേട്ടോ. ഇതൊരു വ്ളോഗെന്ന് പറയാൻ മാത്രമുള്ള കണ്ടന്റ് ഒന്നും ഇതിലില്ല. കാരണം ഒരു 3 മാസമുള്ള കൊച്ചിനെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ല. പക്ഷേ ഈ ദിവസത്തെ മെമ്മറീസൊക്കെ എനിക്കൊന്ന് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു ഹെയ്സൂന് വേണ്ടിയിട്ട്. കാരണം കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉള്ള ദിവസമായിരുന്നു അന്ന്. ഓഗസ്റ്റ് 14, 2025 കാലത്ത് 10:30-ക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഖത്തർ എയർവേസ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിത് റെഡിയായി പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ്. അന്ന് ഹീസുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ആൻഡ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കൂടിയാണ്. പോരാത്ത തന്നെ ഹീസു 100 ഡേയ്സ് തികഞ്ഞ ദിവസമായിരുന്നു കേട്ടോ അന്ന്. എബിക്കും എനിക്കും ഹീസുവിനെയും കൊണ്ട് സ്പെയിനിലേക്ക് വരുന്നതിൻ്റെയും അവളായിട്ടുള്ളൊരു ലൈഫ് തുടങ്ങണതിൻ്റെയൊക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും രണ്ട് സൈഡിലെ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും മേമയുടെയൊക്കെ കരച്ചിലും സങ്കടമൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ശരിക്കും അവളെയും കൊണ്ട് പോകാനായിട്ട് വിഷമമായി. കാരണം അത്രയ്ക്ക് സന്തോഷമായിരുന്നു ആ ഒരു 100 ദിവസം. അവളെ കളിപ്പിക്കലും ചിരിപ്പിക്കലും എടുത്തുകൊണ്ട് നടക്കലും ഒക്കെ ആയിരുന്നു ഇവരുടെ ഫുൾ ടൈം പണി. രണ്ട് സൈഡിലെയും ആദ്യത്തെ പേരക്കുട്ടിയും കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരുടെ ഒരു ഇന്നസെൻറ്റ് സൈഡൊക്കെ ഞങ്ങൾ കണ്ടത് ഹീസു വന്നതിന് ശേഷമാണ്. അതൊക്കെ ഞങ്ങൾക്ക് ആഡഡ് സന്തോഷമായിരുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങുകയാണ് എയർപോർട്ടിലേക്ക്. വീട്ടിൽ നിന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക്. ഭയങ്കര അടുത്താണ് എയർപോർട്ട്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ നല്ലൊരു ഏർപ്പാടായിട്ട് തോന്നി. അങ്ങനെ പുറത്ത് തന്നെ ഞങ്ങൾ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒരു 2 കിലോ ഒക്കെ കൂടുതലുണ്ടായിരുന്നു. പാവം അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന 2 അച്ചാറൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. അങ്ങനെ അതിൻ്റെ സങ്കടത്തിലൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഹെയ്സൂനെ ആ ഒരു വെയറബിൾ കെറിയറിലായിരുന്നു ആദ്യം കിടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ഞങ്ങൾക്ക് എൻറ്റയർ ട്രാവലിലും. ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ക്യാബിൻ ലഗേജ് കുറേ കൂടുതലായിരുന്നു. നിങ്ങൾ ഇൻഫൻസ് ഒക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ചെക്കിൻ ലഗേജ് കൂടിയാലും ക്യാബിൻ ലഗേജ് കുറയ്ക്കാൻ നോക്കുക. ഞങ്ങളുടെ 2 ക്യാബിൻ സൂട്ട് കേസ്, എബിയുടെ ഒരു ലാപ്ടോപ്പ് ബാഗ്, ഹീസുവിൻ്റെ ഡയപ്പർ ബാഗ്, കാർ സീറ്റ്, ബേബി കാരിയർ, പാസ്പോർട്ട് ഹോൾഡറിൻ്റെ ഒരു സ്ലിംഗ് ബാഗ്, അങ്ങനെ കുറേ ലഗേജ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പ്രത്യേകിച്ച് ഹെയ്സു ഇതിലൊന്നും കിടന്നില്ലെങ്കിൽ ഹെയ്സുവിനും കൂടെ കയ്യിൽ പിടിച്ച് ഇതൊക്കെ ക്യാരി ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ നടന്ന് ചെക്കിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഹെയ്സു ആ കരിയറിൽ കിടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളോട് സ്റ്റാഫ് അവിടെ പോയി ഇരുന്ന് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എബി ആയിരുന്നു ചെക്കിനൊക്കെ കഴിഞ്ഞ് വന്നത്. പക്ഷെ അവിടെ ഞങ്ങളുടെ ക്രേഡിൽ കാർഡ്ബോർഡ് ബോക്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡയമെൻഷൻ കൂടുതലായതുകൊണ്ട് അവിടെ ചെക്കിൻ ചെയ്യാൻ പറ്റിയില്ല. മാനുവൽ ചെക്കിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാനുവൽ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞ് നേരെ ഗേറ്റിൻ്റെ അവിടെ പോയി ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് ബോട്ടിലിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഹെയ്സു ഫീഡിങ് ബോട്ടിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഓൾറെഡി ഫീഡ് ചെയ്തിട്ട് ഇറങ്ങിയതാണല്ലോ, അപ്പം ഇനി ബോർഡിങ്ങിന് തൊട്ട് മുന്നേ ഒന്ന് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫീഡിങ് റൂമിൽ പോയിട്ട് ഡയറക്റ്റ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നോക്കിയപ്പോഴും ഹീസു കുടിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല വാശിയായിരുന്നു. അപ്പോൾ അവളുടെ വാശിയും കരച്ചിലൊക്കെ കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ട് സ്ട്രെസ്സൊക്കെ കൂടി തുടങ്ങി. കാരണം അത്രയും നാൾ പപ്പയും അമ്മയും കൂടി ഉണ്ടായിരുന്നു. ഇനി ഞാൻ തന്നെയാണ് എന്നുള്ള റിയാലിറ്റി ഒക്കെ പതുക്കെ ഇങ്ങനെ സിങ്കിനാവാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമുക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ വരിക. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. അപ്പോൾ എനിക്ക് പറ്റിയ സെക്കൻഡ് മിസ്റ്റേക്ക് ഇതാണ്. ഞാൻ ആദ്യത്തെ ആ ഒരു മാസം പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പമ്പ് ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് ഫീഡിംഗ് ബോട്ടിൽ കൊടുത്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓൾറെഡി ഇവൾ ഫീഡിംഗ് ബോട്ടിലായിട്ട് ഫെമിലിയർ ആണല്ലോ, അപ്പോൾ കുടിച്ചോളൂ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള 2 മാസവും ഞാൻ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തത്. പക്ഷേ ട്രാവലിൻ്റെ അന്ന് പെട്ടെന്ന് ഫീഡിംഗ് ബോട്ടിൽ കൊടുത്തപ്പോൾ അഗൈൻ അവൾ കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി ഒരു ഫീഡൊക്കെ പമ്പ് ചെയ്ത ബ്രസ്റ്റ് മിൽക്ക് ഫീഡിംഗ് ബോട്ടിൽ കൊടുത്തു നോക്കുക, ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ട്രാവലോ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറത്തേക്കൊക്കെ നിങ്ങൾക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയ്ക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഫീഡിംഗ് ബോട്ടിൽ ആർക്കായാലും കൊടുക്കാമല്ലോ. അങ്ങനെ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് സീറ്റിലൊക്കെ ഒന്ന് സെറ്റിലായി. ഹീസുവിന് പാല് കൊടുത്ത് നോക്കിയപ്പോൾ ബോട്ടിലിൽ നിന്ന് ഒരു 10-20 ml കുടിച്ചെങ്കിലും ബാക്കിയുള്ള പാല് മുഴുവൻ വേസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അപ്പോഴേക്കും പാലിൻ്റെ ഒരു സമയം കഴിഞ്ഞിരുന്നു. അതിൽ പിന്നെ ഡയറക്റ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മോസ്റ്റ്ലി കൊച്ചി ടു ദോഹ ഒരു പീസ്ഫുൾ ഫ്ലൈറ്റ് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഹീസു ആയാലും നല്ലപോലെ പാലൊക്കെ കുടിച്ച് ഫുൾ ടൈം ഉറക്കം തന്നെയായിരുന്നു. എൻ്റെ കയ്യിലും എബിയുടെ കയ്യിലും മാറി മാറി ഇരുന്നവൾ ഉറങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും നല്ലപോലെ റെസ്റ്റ് ചെയ്യാൻ പറ്റി. തലേദിവസത്തെ പാക്കിങ്ങിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും അതുകൊണ്ട് നല്ലോണം കിടന്നുറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ദോഹ എത്തിയത്. ഹെയ്സൂനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു ചൂടും പനിക്കുന്ന പോലത്തെ ഒരു ചൂടും കുറുങ്ങലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ എൻ്റെ അമ്മ പറഞ്ഞതാണ് എന്നോട് പാരസെറ്റമോളിൻ്റെ ഡ്രോപ്സ് ഒരു പകുതി ഡോസെങ്കിലും കൊടുത്തോ, പനി വരാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പം ഞാൻ അത് കേട്ടില്ല. ഒരു ഇൻഫൻറ്റ് കൂടി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എല്ലായിടത്തും നമുക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ചെക്കിൻ്റെ സമയത്തായാലും ബോർഡിങ്ങിൻ്റെ സമയത്തായാലും ഒക്കെ. പ്രഗ്നൻസി ടൈം മുതലേ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജാണ് അത്. കുറേ പ്രാവശ്യം ട്രാവൽ ചെയ്യേണ്ട വന്നുകൊണ്ട് തന്നെ എല്ലായിടത്തും പ്രഗ്നൻറ്റ് ലേഡീസിനും ഫാമിലീസ് വിത്ത് ഇൻഫൻസ് ആൻഡ് ചിൽഡ്രനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 4.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഫൈനലി ദോഹ എയർപോർട്ടിലെത്തി ഞങ്ങൾ നേരെ പോയത് ഫാമിലി റൂമിലേക്കായിരുന്നു. അവിടെ പോയി ഹെയ്സുവിൻ്റെ നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഫീഡ് ചെയ്തു. ഒരു 1/2 മണിക്കൂറോളം ഹെയ്സു പാൽ കുടിച്ചു കേട്ടോ. കാരണം കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ട്
നല്ല വിശപ്പുണ്ടായിരുന്നു ആൾക്ക്. അപ്പോഴേക്കും എബി വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷപ്പായി വന്നു. ഞാനും ഒന്ന് ഫ്രഷായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ദോഹ എയർപോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ള ലഗേജ് കാരണം ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പുറത്തിറങ്ങിയ ഉടനെ ആദ്യം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് ആപ്പിൾ സ്റ്റോർ ആയിരുന്നു. അങ്ങനെ ഐപാഡിൻ്റെ റേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഐപാഡ് വാങ്ങിക്കണം എന്നുള്ളത്. പക്ഷേ റേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത് ഇപ്പോൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും ഒന്ന് ചുറ്റിക്കറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആപ്പിൾ സ്റ്റോറിൽ തന്നെ എത്തി. ഞങ്ങൾ വിചാരിച്ചു ഐപാഡ് അങ്ങ് വാങ്ങിക്കാമെന്ന്. കാരണം ഇനി ഞങ്ങൾക്കത് വാങ്ങിക്കണമെങ്കിൽ ഡിസംബർ വരെ വെയിറ്റ് ചെയ്യണം, ഇതുപോലെ ഏതെങ്കിലും ഒരു GCC കൺട്രിയിൽ ലേയോറൊക്കെ കിട്ടണമെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ ഐപാഡൊക്കെ വാങ്ങി ഇറങ്ങി. ഞങ്ങൾ നേരെ ബോർഡിങ്ങിൻ്റെ അവിടേക്ക് തന്നെ പോയി. ഞങ്ങൾക്ക് 2 മണിക്കൂറേ ലേയോവർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല എയർപോർട്ട് കറങ്ങി കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്തും ഞാൻ നോക്കിയപ്പോൾ ഹെയ്സൂന് പനിക്കണ പോലത്തെ ഒരു ചൂടും കുറുങ്ങലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ എൻ്റെ അമ്മ പറയുന്നുണ്ട് പാരസിറ്റമോൾ ഡ്രോപ്സ് കൊടുത്തോ, പനി എസ്കലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, റിസ്ക് എടുക്കണ്ട, ഒരു ഹാഫ് ഡോസെങ്കിലും കൊടുത്തോ, അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകളൊന്നും കേട്ടില്ല. കാരണം കൊച്ചിയിട്ട് ദോഹ വലിയ കുഴപ്പമില്ലാണ്ട് കിടന്ന് ഉറങ്ങിയല്ലോ, പിന്നെ നല്ലപോലെ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റും അവൾ അതുപോലെ തന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി. കാരണം ഒരാഴ്ച മുന്നായിരുന്നു എബി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സ്പെയിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ ഒരാഴ്ച ഫുൾ ഡൗൺ ആയിരുന്നു എബി വൈറൽ ഫീവറായിട്ട്. ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ടാണ് എബി ഒന്ന് ഓക്കെ ആയത്. അപ്പോഴും കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എബി ഐസൊലേഷനിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് കിട്ടില്ല എന്ന്. പക്ഷേ എനിക്കും ഹെയ്സൂനും വീട്ടിൽ പപ്പയ്ക്കും മിന്നുവിനും ഒക്കെ വരും ദിവസങ്ങളിലായിരുന്നു അതിൻ്റെ എഫക്റ്റ് കിട്ടിയത്. ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ നല്ലോണം വയ്യാതെയായി. ബോർഡിങ്ങിൻ്റെ സമയത്തൊന്നും ഹെയ്സു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഉറക്കമൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ സീറ്റിലൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോഴേക്കും ഹെയ്സു നല്ല വാശി തുടങ്ങി. അങ്ങനെ വാശി തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത്രയും നേരം ഞാൻ ദോഹ എയർപോർട്ടിൽ വെച്ച് ഫീഡ് ചെയ്ത പാല് മുഴുവനും അവൾ ഛർദ്ദിച്ച് കളഞ്ഞു. എൻ്റെ മേത്തും ഹെയ്സുവിൻ്റെ മേത്തൊക്കെ ആയി. അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും ടോയ്ലറ്റിൽ എത്തിയാൽ മതി ഹെയ്സുവിനെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട്. പക്ഷേ ഓഫ് കോഴ്സ് ബോർഡിങ്ങിൻ്റെ സമയത്ത് എല്ലാവർക്കും ഊഹിക്കാമല്ലോ, പാസഞ്ചേഴ്സൊക്കെ ആ ഒരു അയലിൽ നിൽക്കുന്ന സമയമാണ്. ആൻഡ് ബാസിനെറ്റ് സീറ്റ് എടുത്തുകൊണ്ട് തന്നെ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ഞങ്ങളുടെ സീറ്റ്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു അയലൊക്കെ നടന്ന് ചെന്നിട്ട് വേണം ടോയ്ലറ്റിൽ എത്താനായിട്ട്. പക്ഷേ എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു 2 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് ഞാൻ രണ്ടും കൽപ്പിച്ച് ഹെയ്സുവിനെ എടുത്ത് ഇറങ്ങി. എല്ലാവരോടും പെർമിഷനൊക്കെ ചോദിച്ച് ഫൈനലി ടോയ്ലറ്റിലെത്തി. ഹെയ്സുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി നാപ്പിയൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് എൻ്റെ മേത്തുണ്ടായിരുന്നതൊക്കെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്തു. എൻ്റെ കയ്യിൽ ഒരു ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ട് വളരെ ഒരു എന്താ പറയുക നൈറ്റ് മെയർ പോലത്തെ ഒരു ജേണി ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് ജേണി. കാരണം ആ ഒരു ഛർദിയോട് കൂടി തന്നെ ഹെയ്സു ആകെ വയ്യാണ്ടായി. പിന്നെ അങ്ങോട്ട് വാശിയും കരച്ചിലും തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ആവശ്യമില്ലാത്തൊരു പരിപാടിയായിട്ട് തോന്നിയത് ഇൻഫൻറ്റ് സീറ്റ് ബെൽറ്റ് ആയിരുന്നു കേട്ടോ. എയർ ഹോസ്റ്റസ് വന്ന് പറഞ്ഞത് എന്തായാലും ഇട്ടണമെന്ന് ഞാൻ ആദ്യമായിട്ടായിരുന്നു അത് കേൾക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പുള്ളിക്കാരി എന്നെ വന്ന് ഇട്ട് തരാൻ നോക്കായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ ഹെയ്സു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും വാശിയൊക്കെ ഒന്നും കൂടി. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ടേക്ക് ഓഫ് ആയാൽ മതി എന്നായി ഇതൊന്ന് ഊരി മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കിത് ഇട്ട് കഴിഞ്ഞപ്പോഴും വലിയൊരു സേഫ്റ്റി മെഷറൊന്നും ആയിട്ട് തോന്നിയില്ല. കാരണം അതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടെ കരിയറിൽ ഇരുത്തിയിട്ട് നമ്മൾ ഇരിക്കണതാണ്. പിന്നെ ഛർദ്ദിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഹെയ്സു ഇങ്ങനെ ഗാഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. മീനിങ് ഓക്കാനിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പോലെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പാരസിറ്റമോളിൻ്റെ ഡ്രോപ്സ് കൊടുത്താലും വീണ്ടും ഉള്ളതും കൂടി ഛർദ്ദിച്ച് കളയുമെന്നുള്ള പേടി കൊണ്ട് ഞങ്ങൾ ഡ്രോപ്സ് ഒന്നും കൊടുത്തില്ല. കാരണം വീട്ടിലായാലും വിറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുത്താലും അങ്ങനെ എന്ത് ഡ്രോപ്സ് കൊടുത്താലും ഹെയ്സു പൊതുവേ ഛർദ്ദിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രോപ്സ് ഒന്നും കൊടുത്തില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫീഡും ചെയ്യണ്ടായിരുന്നില്ല വാശി പിടിച്ച് കരയുമ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് കൺസോൾ ചെയ്യാനായിട്ട് എന്താ ചെയ്യുകയെന്ന് അറിയാത്തൊരു സിറ്റുവേഷനായിരുന്നു. കുറേ നേരം മേ ബി എടുത്ത് നിൽക്കും, ഉറക്കാൻ ശ്രമിച്ചു നോക്കും. അങ്ങനെ ഞങ്ങളുടെ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് ഒരു പാസഞ്ചറൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ടോ. പുള്ളിക്കാരൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വരുമ്പോൾ ബെല്ലി റബ്ബ് ചെയ്യുമ്പോൾ കോളിക് പെയിൻ ആശ്വാസം കിട്ടും, അതുകൊണ്ടാണ് കരയണേന്നൊക്കെ പറഞ്ഞ ആൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആവുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 3-3.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഹെയ്സു ഒന്നും ഓക്കെ ആയപ്പോൾ ഞാൻ പാല് കൊടുത്തു നോക്കി. അപ്പോൾ വീണ്ടും ദോഹ എയർപോർട്ടിൽ കുടിച്ച പോലെ തന്നെ വയറ് നിറച്ച് ഒരു 1/2 മണിക്കൂറോളം ഹെയ്സു നല്ലപോലെ ഫീഡ് ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ വയറ് നിറച്ച് പാല് കുടിച്ചോളൂ, ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവൾ ഉറങ്ങിക്കോളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഹെയ്സു ആ കുടിച്ച പാല് മുഴുവനും ഛർദ്ദിച്ചു. ഈ പ്രാവശ്യം എബിയുടെ മേത്തായിരുന്നു ഛർദ്ദിച്ചത്. അങ്ങനെ വീണ്ടും ഈ സമയത്തൊക്കെ ഞങ്ങളുടെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 100x ആണ്. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ വീണ്ടും ഓടി ടോയ്ലറ്റിലേക്ക് ഹെയ്സുവിനെ ആദ്യം ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി ഇറക്കി. എബി ഭാഗ്യത്തിന് ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും പോയി ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി വന്നിരുന്നു. അങ്ങനെ ഹെയ്സു രണ്ടാമത് ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പേടിയായി. ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം ഹെയ്സു കരയുമ്പോൾ അവളുടെ ഒപ്പം ഇരുന്ന് ഞങ്ങളും കരയായിരുന്നു. ആസ് പേരൻസ് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് തോന്നിയൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അത്. പ്രത്യേകിച്ച് നമ്മുടെ ബേബി ഇങ്ങനെ വയ്യാണ്ട് എനർജി ഇല്ലാണ്ടൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. ഞങ്ങൾ മേ ബി ന്യൂ പേരൻസ് ആയതുകൊണ്ടായിരിക്കാം, കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേരൻസ് ആകുമ്പോൾ ഇതൊക്കെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും.
വിചാരിക്കും. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു ഹെയ്സുവിനെയും കൊണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബെറ്ററായിട്ട് തോന്നി. ഹെയ്സു ആയാലും നല്ലോണം കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾക്കൊരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മെഡ്രിഡിലേക്ക്. അങ്ങനെ ആ ഒരു ജേർണി ഫുൾ ഹെയ്സു പീസ്ഫുള്ളായിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ മെഡ്രിഡിലെത്തി. ബാഗേജൊക്കെ കളക്ട് ചെയ്തു. ഞങ്ങളുടെ ക്രീഡിൽ മാത്രം വേറൊരു സ്ഥലത്തു നിന്നായിരുന്നു കളക്ട് ചെയ്യേണ്ടിയിരുന്നത്. ഞങ്ങൾക്കത് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 45 മിനിറ്റ്സ് അവിടെ ഡിലേ വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ടാക്സി പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്കും അഗൈൻ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഡ്രൈവ് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തി, മരുന്നൊക്കെ കൊടുത്ത് ഹെയ്സു ഫീഡൊക്കെ ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് വിത്ത് അവർ ബേബി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.